വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അൽമസ്കറ്റ് സീരീസിൻ്റെ മറ്റൊരു കിടിലൻ ഓണം അല്ലെങ്കിൽ ഓണം സെലിബ്രേഷൻ വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് 6-ാം തീയതിയാണ്, അതായത് ഇന്നത്തെ രാവിലെയാണ് ഉണ്ടല്ലോ, കാരണം മനസ്സിലാവും. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഓണം. ഇന്നലെ ഓണം നമ്മുടെ സദ്യയുടെ ഒക്കെ എനിക്ക് ഷോർട്സ് രണ്ടിനകത്ത് വന്ന് കാണും. പക്ഷേ അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഞാൻ ലൈവും വന്നു നമ്മുടെ ഗെയിമിംഗ് ചാനലിൽ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രി റൂമിൽ കയറുന്നത് ഇതൊരു ഓണപ്പരിപാടി സെറ്റ് ചെയ്തത്. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്ലാനിങ് ആയിട്ട് വ്ളോഗ് എടുക്കാനും പറ്റിയില്ല. ഞാനപ്പം അവിടെ ഇവിടെ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് മെയിൻ വ്ളോഗായിട്ടും വരും. പിന്നെ അതിൻ്റെ ഷോർട്സ് ആയിട്ട് നമ്മുടെ അൽമസ്കറ്റ് നമ്മുടെ വ്ളോഗ് ചാനലിലും കുറച്ച് ഷോർട്സ് ആയിട്ട് ഇടും. ഇത് മെയിൻ വ്ളോഗായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പം കുറച്ച് അവിടെ ഇവിടെയൊക്കെ പെറുക്കിയെടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവിടെ പാട്ടിട്ടുണ്ട്, കോപ്പിറൈറ്റ് ഉണ്ട്. സോ അത് കാരണം നമുക്ക് അധികം പാട്ട് കുറേയൊക്കെ പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഉള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ. മിക്കതും കോപ്പിറൈറ്റുള്ള സോങ്ങാണ്. അതിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിച്ച് കിട്ടും. സോ അതുകൊണ്ട് നോക്കണ്ട. ഇന്നലെ കുറച്ച് പരിപാടി ഞാൻ കുറച്ച് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ. പിന്നെ അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോകാം. വലിയ പ്ലാനിങ് ഒന്നുമില്ല. എല്ലാം മറ്റേ പ്ലാനിങ് സെറ്റ് ചെയ്ത പരിപാടി എന്ന്. ഞാൻ പെട്ടെന്ന് റൂമിൽ കയറുന്ന ഒരു ഓണപ്പരിപാടി പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ക്യാമറ ഉണ്ടായിരുന്നു, മറ്റേ ഫോണിനകത്ത് ഷൂട്ടിങ് ചെയ്ത് ഞാൻ ഈ ഫോൺ കുത്തിയിട്ട് മറ്റേ അതിനകത്ത് വെറുതെ അങ്ങോട്ട് എടുത്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് പോകാം. ഇന്നലത്തെ പരിപാടി ഇന്നത്തേക്ക് ഞാൻ പിന്നായ അപ്പോൾ നമ്മൾ ഓരോ പരിപാടിയായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കാണാൻ പോവാണ്. ഇന്നലെ ഇതൊന്നും ഓർഡറിലല്ല എടുത്തത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിനി കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സുന്ദരി ഫോട്ടോയിലാണ്. അപ്പോൾ നിങ്ങൾ പോയി സുന്ദരി ഫോട്ടോയിൽ കേട്ടോ. പല സുന്ദരന്മാരെ ഡീൽ ചെയ്തിട്ടുണ്ട്. തൊട്ടാ മതി. കണ്ണിനെ പ്രണയിച്ച് കളിപ്പിക്കണേ നമ്മള് അങ്ങനെ പറ്റുന്നില്ല. ഞാൻ പോട്ടെ, നിങ്ങൾ മാറ്. ഇല്ലല്ലോ, അങ്ങനെ തൊട്ടു. ഇല്ല, ഞാൻ തൊട്ടില്ല. ഒരു തൊട്ടിട്ട് തോന്നാലോ. പേപ്പർ തൊട്ടാലേ ഉള്ളൂ. നിങ്ങൾ പേടിക്കുന്നത്. അയ്യോ, അറിയാമോ? നേരെ നിർത്തുള്ളൂ. ആ അതന്നെ. മറ്റു തൊടലേ ഉള്ളേ. ആ തൊട്ട് അളവെടുക്കാൻ പാടില്ല.
ഗിഫ്റ്റ് കൊടുക്ക എന്താ അല്ല നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കും ഓർഡർ എടുക്കും അല്ല അത് മതി കുഴപ്പമില്ല യൂട്യൂബ് ചാനൽ എടുക്കും ഗൈസ്, അപ്പം നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കസേര കളിയാണ്. അപ്പം കസേര കളി എന്താവുക നിങ്ങൾ കണ്ടറിയാം. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ടിട്ട് വരൂ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗെയിമിൻ്റെ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനെപ്പറ്റി നമ്മൾ ആധികാരികമായി ചർച്ച ചെയ്യാൻ നമ്മൾ കിച്ചുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് ഇത് വിടുക, ഇപ്പുറത്തുനിന്ന് എടുക്കുക. ആ ഈ ഒരു കൈ കൊണ്ട് പിടിക്കുക, മറ്റേ കൈ കൊണ്ട് പിടിക്കുക. ഇത് വിടുക, ഇവിടെ നിർത്തിക്കോളൂ. ഇത് താഴെ ഇറങ്ങാൻ നോക്കണം. ആ അവിടെ പിടിച്ചോ. മനസ്സിലായി, ഇതൊക്കെയല്ലേ മനസ്സിലാവും. ഓക്കെ, 30 സെക്കൻഡാണ് ഒരു വെയിറ്റ് ചെയ്യണം. അടുപ്പിച്ചു സാരമില്ല, 15 സെക്കൻഡ് സമയം എഴുതി.
ഗൈസ്, അപ്പോൾ ഒരുവിധം പരിപാടികളൊക്കെ നമ്മളിങ്ങനെ തീർത്ത് വരുവാണ്. വലിയ പരിപാടിയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ തൊപ്പിമാറ്റം കഴിഞ്ഞ് കസേരകൾ കഴിഞ്ഞ് പിന്നെ പേരിടാത്തൊരു ഗെയിം, അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ കേട്ട് കഴിയണം. അതിനി രണ്ട് ഗെയിമേ ഉള്ളൂ. ഒരു ഗെയിം അത് കഴിഞ്ഞിട്ട് ഫൈനൽ നമ്മുടെ കലാശക്കൊട്ടാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അന്താക്ഷരിയാണ്. അതോടുകൂടി ഈ പരിപാടിയുടെ കലാശക്കൊട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി തൊപ്പിമാറ്റത്തിലേക്ക് പോകാം. പിന്നെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ അന്നേരം കേട്ട സോങ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെന്തായാലും ഇപ്പം അവൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആ സോങ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കണ്ട സോങ് കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ സോങ് ആയിരിക്കും കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോയി തൊപ്പിമാറ്റം കളിച്ചിട്ട് വരാം. പിള്ളേരുടെ കളിയാ പിന്നെ ഒരുപാട് കളികളുണ്ട്. അതിനുള്ള ഫെസിലിറ്റികളില്ല. ഏറ്റവും പ്രായം കൂടി ഏറ്റവും പ്രായം കൂടി. അടുത്ത മത്സരമാണ് വിഷയം കൂടെ. വീഴല്ലടാ. ഒരു മിനിറ്റ് തേജു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ഗെയിമിംഗ് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കലാശക്കൊട്ടാണ്. കലാശക്കൊട്ട് ഇനിയുള്ളത് നമ്മുടെ അന്താക്ഷരിയാണ്. അന്താക്ഷരിയോടുകൂടി നമ്മുടെ ഈ ഒരു ഓണം സെലിബ്രേഷൻ കലാശക്കൊട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളതും കൂടെ കാണുക. ഞാൻ പോയി അന്താക്ഷരി പങ്കെടുത്തിട്ടുണ്ട്. സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ, മണിമഞ്ചാടി വാരിയെറിഞ്ഞോളേ. മഞ്ചാടി വാരി തന്നെ വാരി എറിഞ്ഞോളെ, വാരി വാരി എറിഞ്ഞോളെ. എന്റെ ഫോൺ അമ്മ ലാസ്റ്റ് വാക്കിന്റെ എന്നാ വാ. ഓക്കെ, നമുക്ക് എനിക്കിഷ്ടം ഞാനും അറിയാതെ ഇവരെ മങ്കിയാക്കി അച്ഛനെ വിഷ്ണു മാമനെ ചേരും. ചിങ്ങമാസം വന്നു ചേർന്ന നിന്റെ ഞാനും സ്വന്തമാക്കും നെഞ്ചിലോരം ചെന്നിലാവിൽ പൊന്നിലാവി സ്വന്തമാക്കും. ചന്തി ചന്തി ചൂച്ചു കോമ്പറ്റീഷൻ ആ ശരിയാ പഠിക്കും. ഉന്മേട്ടിലോ
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഓണപരിപാടികൾ തീർന്നിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഔട്ട് എങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചാണ്, ഒരു ഇൻട്രോയോ ഒരു ഇതോ ഇല്ലാണ്ട് ഇന്നലെ വെറുതെ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയിൽ. അപ്പോൾ ഇതിൻ്റെ ഔട്ട് എങ്ങനെ വന്നതെന്ന് എനിക്കൊരു പുറത്തുമില്ല. ഞാൻ അതുകൊണ്ട് ഒരു ഓർഡർ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് പോലെ ചെയ്യുന്ന രീതി ചെയ്തിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഏത് രീതി വരുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. പിന്നെ എന്നെ ഇവിടെ കാണാൻ പറ്റുള്ളൂ എന്ന് പോലും പറഞ്ഞു. ഇവിടെ നല്ല വെയിലാണ്. ഞാൻ ഓരോ സമയത്ത് ഓരോന്ന് കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതോടുകൂടി നമ്മുടെ മസ്കറ്റിലെ 2025 മസ്കറ്റിലെ ഓണം പരിപാടി നമ്മുടെ മലയാളി അല്ല നമ്മുടെ ഇവിടുത്തെ ഓണം പരിപാടി തീർന്നു. ഇതാണ് നമ്മുടെ ഓണം പരിപാടി. ഇനി ഇവിടെ മസ്കറ്റിൽ എന്താണ് ഇവിടുത്തെ ടീമിൻ്റെ മലയാളി ടീമിൻ്റെ ഒരു ഓണം പരിപാടി വരുന്നുണ്ട്. ഇപ്പോഴൊന്നും അല്ലെന്ന് തോന്നുന്നത്, എപ്പോഴാണെന്നും എനിക്കറിഞ്ഞൂടാ. മിക്കവാറും അത് വരുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ ഇവിടെ കാണത്തുണ്ടാകില്ല, ഞാൻ നാട്ടിലായിരിക്കും ആ ഓണം പരിപാടി വരുന്നതുകൊണ്ട്. അപ്പോൾ ഇതെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ സോങ്ങിനൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കണ്ടോന്ന് പോലും അറിഞ്ഞൂടാ. സോങ്ങിനൊക്കെ എല്ലാത്തിനും കോപ്പിറൈറ്റ് ഉണ്ട്. നമ്മുടെ സാഹസത്തിനകത്ത് മറ്റേ ഓണം മൂഡ് മാറ്റിപ്പോഴത്തെ ട്രെൻഡിങ് സോങ് അതുണ്ട്, അതിന് കോപ്പിറൈറ്റ് കിട്ടും. എനിക്കൊന്ന് റീൽസിലൊക്കെ എടുത്ത് എല്ലാവരും വായിപ്പറക്കുന്നുണ്ട്. യൂട്യൂബിൽ ഞാനൊന്നും കണ്ടിട്ടില്ല വീഡിയോസ്, അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് അത് ഇടണമുണ്ട്. ആ സോങ് ഉണ്ട് പകുതിക്ക്. പിന്നെ മറ്റേ തിരുവാവണി രാവെന്ന് പറഞ്ഞ പാട്ട്, അതും കോപ്പിറൈറ്റ് ഉണ്ട്. സോ എല്ലാ ഓണപ്പാട്ടിനും കോപ്പിറൈറ്റ് ഇട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കേൾക്കുന്ന NCS സോങ്ങാണ്, അതിനും കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. NCS സോങ് ഇടാനും പറ്റത്തില്ല ഈ ഓണത്തിന്, ഈ പരിപാടി ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സോങ് ഉണ്ടാകും, പക്ഷേ അത് NCS ആയിരിക്കാം, ഓണം സോങ് ആയിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഔട്ട് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോപ്പിറൈറ്റ് മേടിച്ച് കൂട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് ചാനൽ തുടക്കി വരുന്നേ ഉള്ളൂ. അതിനുള്ളിൽ അടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഇന്ന് സെപ്റ്റംബർ 6 ഇന്നലെയായിരുന്നു പരിപാടി നടന്നത്, നമ്മുടെ പരിപാടി. ഇന്നാണ് കൊച്ചിൻ്റെ ബർത്ത്ഡേ പരിപാടി. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇതിനകത്തും വരും, മറ്റേ വ്ളോഗ് ചാനലിലും വരും. അതായത് നമ്മുടെ അൽമസ്കറ്റ് സീരീസ് ഇപ്പോൾ നിങ്ങൾ അൽമസ്കറ്റ് ഫാമിലിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേതിനകത്തും നമ്മുടെ വിശാൽ വ്ളോഗ്സിൽ ഷോർട്ടായിട്ട് ഞാൻ എന്തായാലും ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ അത് കാണും, അതിന് വരും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ വ്ളോഗ് കയറ്റണമെന്നാണ്. അതിന് വേണ്ടി ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനുള്ള പരിപാടിക്ക് വേണ്ടി ഞാനിപ്പോൾ ഔട്ടറും ഇൻട്രോയും അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം എന്തായാലും ഈ വ്ളോഗ് വരും. അതായത് ഇന്ന് 6-ാം തീയതി വൈകിട്ട് വരും. ഒരു 6 മണിക്കും 7 മണിക്കൊക്കെ ആയിട്ടായിരിക്കും വന്ന. അല്ലെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്ത് നേരത്തെ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും ബർത്ത്ഡേ, 8 മണിക്കാണ് ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും ഇത് കയറ്റി വിട്ടാൽ എനിക്ക് ബിസിയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നോക്കാൻ പറ്റത്തില്ല. സോ ഇതെന്തായാലും വരും, 6 മണിക്കോ 7 മണിക്കോ വരും. അപ്പോൾ നിങ്ങളെന്തായാലും അത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ബർത്ത്ഡേ വീഡിയോയ്ക്കുള്ള പരിപാടി ചെയ്യണം. പിന്നെ എനിക്ക് മുടി വെട്ടണം. അതുകൊണ്ടാണ് മുടി വെട്ടുന്നതിന് മുമ്പ് കണ്ടിന്യൂറ്റി പോകാതിരിക്കാനാണ് ഇന്നലത്തെ പരിപാടിയിൽ തന്നെ നിൽക്കുന്നത്. ഇന്നലത്തെ ഡ്രസ്സും അതുകൊണ്ട് എടുത്തിട്ടത്. അപ്പോൾ കണ്ടിന്യൂറ്റി പോകണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. മറ്റൊരു വീഡിയോ ഇട്ടും ബൈ.